ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വിധി എപ്പിസോഡ് 7 and 8 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മോണിന് നല്ലൊരു ഹാപ്പി എൻഡിങ് ഒക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുവല്ലേ. മോണിന്റെ കൂടെ എപ്പോഴും നടന്നല്ലേ തേർഡ്സിനെ നമുക്ക് അറിയത്തുള്ളൂ. അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് തേർഡ്സിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പോയി നോക്കിയാലോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറി തേർഡ്സിന്റെ ആണ്. നേരെ അപ്പൊ എപ്പിസോഡിലോട്ട് പോകും. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ തേർഡ്സിന്റെ റൂം ആണെങ്കിൽ ഭയങ്കര പൂജാ സാധനങ്ങളും അതുവിധ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്. മൊത്തത്തിൽ ഒരു അമ്പല സെറ്റപ്പ്. നമ്മളോർക്ക് ഇത് എന്താ ഇവിടെ നടക്കുന്നത് അല്ലേ. എപ്പോഴും തേർഡ്സ് തന്നെ നമ്മൾ ഭയങ്കര കൂൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടല്ലേ കണ്ടുള്ളൂ. പക്ഷെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഭയങ്കര വയലൻസ് ആണ്. സ്വാമിമാരെ കണക്ക് വേഷമൊക്കെ ഇട്ടിട്ട് പിച്ചും പേയൊക്കെ പറയുന്ന രീതി. വേറൊന്നും അല്ല, നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയത്തില്ലേ ഈ ബാധയൊക്കെ കീറുമെന്നും കൈ നോക്കിയും കാൽ നോക്കിയൊക്കെ ഭാവി പറയുമെന്നൊക്കെ. അതുപോലത്തെ ഒരു തീം വെച്ചിട്ട് ഇവൻ നൈസായിട്ട് ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഏതോ ഒരു ഗോഡ് ഫാദർ ഇവന്റെ ദേഹത്ത് കയറുമെന്നും ആ ഗോഡ് ഫാദർ കയറുന്ന സമയത്ത് ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇവൻ ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇത് വിശ്വസിച്ചാണ് കുറെ ആൾക്കാർ ഇവന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഇവനെ ഈ തരികിടക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മോണാണ്. അങ്ങനെ ഒരു ദിവസം ഗോഡ് ഫാദർ കയറി മോണുമായിട്ട് ഇങ്ങനെ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ കോളേജ് പിള്ളേർ വരും. വരുന്ന പിള്ളേർക്കോ പല സംശയങ്ങളാണ്. എന്റെ ലവ് ലൈഫ് എങ്ങനെ ഉണ്ടായിരിക്കും, എക്സാമിന് ഞാൻ പാസ്സാവോ, ഇനിയുള്ള ജീവിതത്തിൽ ലെക്കൊക്കെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പല സംശയങ്ങളാണ്. ഇവൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കും. നിങ്ങൾക്ക് നല്ല ലവ് കിട്ടുമെന്നും അവന് പാസ്സാവുമെന്നും ഇതൊക്കെ നടക്കണമെങ്കിൽ ഒരു ലക്കി നമ്പർ നിങ്ങളുടെ കൂടെ വേണമെന്നും പറഞ്ഞ് ഇവൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കുറെ കാർഡൊക്കെ കൊടുത്ത് അങ്ങനെ കാശെല്ലാം മേടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പിള്ളേർ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇവന് ഉത്തരം കിട്ടിയില്ല. ഉടനെ തന്നെ ബോധം കെട്ടി വീണേക്കും. എന്തിനാ, ഗോഡ് ഫാദർ ഇറങ്ങി. ഇനിയിപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല, ഗോഡ് ഫാദർ ദേഹത്തുനിന്ന് ഇറങ്ങിയല്ലോ. ഇങ്ങനെ ഗോഡ് ഫാദർ ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ മോൺ എന്ത് ചെയ്യും, പിള്ളേരെ എല്ലാം പറഞ്ഞു വിടും. പറഞ്ഞു വിട്ടിട്ട് നേരെ തിരിച്ചു വന്ന് തേർഡ്സിന്റെ ഒരു ചവിട്ട് കൊടുത്തിട്ട് പറയും എഴുന്നേക്കടാന്ന് പറയും. ഉടനെ തേർഡ്സ് എഴുന്നേറ്റിട്ട് പറയും നീ ആരെ ചവിട്ടിയെന്ന് അറിയാവോ, ഗോഡ് ഫാദറിനെയാന്ന് പറയും. ഗോഡ് ഫാദർ ഈ ആര് ഈ ഇരിക്കുന്നതോ എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മോൺ ഒരു ടെൻഷൻ ഉണ്ടോ. ഉടനെ മോൻ ചോദിക്കും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റില്ലടാ, ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയും. ശരിയല്ലെന്നോ, നീ എന്തുവാടാ പറയുന്നത്, നീ എപ്പാ തീമിന്റെ കൂടെ ചേർന്നു അന്നോട്ട് നിന്റെ സ്വഭാവമൊക്കെ മാറി നീ ഭയങ്കര നല്ലവനായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് ശരിയല്ല കേട്ടോ, നീ എന്റെ ഫ്രണ്ടിനടാ, നീ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടടാന്ന് പറഞ്ഞ് നമ്മളെ തേർഡ്സ് എന്ത് ഇവനെ കിസ് ചെയ്യാൻ വരുമ്പോഴേക്കും ഗോണിമല്ലടിക്കും. ഉടനെ ഓ പിള്ളേരൊക്കെ പോയിട്ട് ഇനി അടുത്ത കസ്റ്റമർ വന്നോ ഇനിയും വേണോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മോണാണെ ഒരുമാതിരി കൽപ്പിച്ചിന്ന് ഡോർ തുറക്കുമ്പോ വന്നേരാ നമ്മുടെ ടീമാണ്. ടീം വന്നത് ഉടനെ നമ്മുടെ മോന്റെ സ്വഭാവമൊക്കെ മാറും. കയ്യിലൊക്കെ പിടിച്ച് ഭയങ്കര കൊച്ചു പിള്ളേരാണൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ഓരോന്ന് കാണിച്ചോണ്ടിരിക്കുക. ഉടനെ ടീം പറയും ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചടാ, എന്നിട്ട് നീ എന്താ ഫോൺ എടുക്കാത്ത, അതാണ് ഞാൻ ടെൻഷൻ അടിച്ച് ഓടി വന്നതെന്ന് പറയും. ഉടനെ അയ്യോ ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വല്ലതും വേണോ. ഉടനെ കയ്യിലൊക്കെ കിസ് ചെയ്തിട്ട് പറയും സോറി ഞാനാണെങ്കിൽ കുറച്ച് വർക്കിലായിരുന്നു, തിരക്കായി പോയി അതുകൊണ്ടാ കോൾ എടുക്കാത്തതെന്ന് പറയും. ടീം ഉടനെ സെറ്റപ്പ് എല്ലാം ഒന്ന് ചുറ്റിനും കണ്ണുകൊണ്ട് ഓടിച്ച് നോക്കിയിട്ട് പറയും വർക്കാ, ഏത് ഇതാ. എന്നിട്ട് പറയും ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കുന്ന പരിപാടിക്കൊന്നും പോകരുത്, ഇതൊക്കെ ശരിയല്ല തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും തേർഡ്സ് ഓടി വന്നിട്ട് ടീമിനെ ഹഗ് ചെയ്തിട്ട് പറയും ബ്രോ ഇതൊക്കെ തെറ്റോ, ഇതൊന്നും തെറ്റല്ല, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് കണ്ടത് മോണിന് ജലസാ. ഉടനെ കൈ തട്ടി മാറ്റി ഇപ്പുറത്തോട്ട് ടീമിനെ പിടിച്ചിട്ട് പറയേ ഇത് എന്റെ ആളാണ്, ചെയ്തൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് പറയും ശരിയടാ ഞങ്ങൾക്ക് സമയമായി ഞങ്ങള് പോവാന്ന് പറഞ്ഞ് ടീമും മോണും അങ്ങ് പോകും. തേർഡ്സ് ആണ് അവിടെ തന്നെ നിൽക്കുക. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജിലാണ്. നമ്മുടെ മോണാണ് ഫോണിൽ ഇങ്ങനെ ഡ്രാമയൊക്കെയാണ് ചിരിച്ചു കളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും തേർഡ്സ് അടുത്ത് വന്നിരുന്ന് വെറുതെ മോണിനെ അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങും. ഇന്നലെ ടീമുമായിട്ട് വീട്ടിലോട്ട് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, സംഭവമൊക്കെ എല്ലാം നടന്നു, സൂപ്പർ ആയിരുന്നു എന്നൊക്കെ കളിയാക്കി ചോദിക്കും. ഇത് കേട്ടത് മോണുന്ന ദേഷ്യം എന്ന് പറയും മിണ്ടായിരുന്നു ആവശ്യമില്ലാത്ത ചോദിച്ചാൽ നിന്റെ കണ്ണിട്ട് തന്നെ ആരൊരു കുത്തു എന്ന് പറയും. കണ്ണിട്ട് കുത്തുവന്നു, ഓൾറെഡി എന്റെ കണ്ണ് രണ്ട് പെർത്തെ പഠിച്ചോണ്ടിരിക്കുവാടെ എന്താന്ന് അറിയത്തില്ല എന്ന് തേർഡ്സ് പറയും. ഇത് കേട്ടത് മോൻ ചോദിക്കും എന്ത് കണ്ണ് പിടയ്ക്കുന്നോ, എന്ത് പറ്റിയടാ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കണ്ണ് പിടച്ചു കഴിഞ്ഞാൽ സോൾമേറ്റിനെ കാണുമെന്നാടാന്നൊക്കെ പറഞ്ഞ് രണ്ടുകൂടെ കളിയാക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ വൈകുന്നേരം ആകുമ്പോഴേക്കും എപ്പോഴും പോയി നിൽക്കുന്ന റിവറില്ല, റിവറിന്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കുറെ ഫ്രണ്ട്സ് ഓടി വരും. വന്നിട്ട് പറയും നിങ്ങൾ കാര്യമൊന്നും പറഞ്ഞില്ലേ, നമ്മുടെ കോളേജിന്റെ സൈഡിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഇല്ലേ, അവിടുന്ന് ഏതോ ഡെഡ് ബോഡി ഒക്കെ എടുത്ത് അതുകൊണ്ട് അവിടെ തന്നെ ഇപ്പം കുറെ നാളായിട്ട് കുറെ ബാധയോ പ്രേതോ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, നമുക്ക് അവിടെ പോയി അത് യഥാർത്ഥത്തിൽ ഉള്ളയാണോ നമുക്ക് പോയി നോക്കിയാലോ എന്ന് പറയും. ഇത് കേട്ട് തേർഡ്സ് പറയും അതെങ്ങനെ നമ്മളത് ശരിയാണോ അല്ലയോ നോക്കുന്നത് എന്ന് പറയും ഹോജോ ബോർഡ് ഇല്ലടാ, നമുക്ക് ഹോജോ ബോർഡ് വെച്ച് വിളിക്കാം, നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്താലോ എന്ന് പറയും. പക്ഷെ ഇത് കേൾക്കുമ്പോ തന്നെ മോണിന് ഭയങ്കര പേടിയാണ്. മോൻ പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും. പക്ഷെ തേർഡ്സിന് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ. തേർഡ്സ് പറഞ്ഞാൽ ഇതൊക്കെ കള്ളമാണെന്നുള്ള രീതിയിൽ പറയും ശരി ഞാനും വരുന്നു, അപ്പൊ നമുക്ക് പോകാമെന്നും പറഞ്ഞു മോണിനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് 4 പേരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ പോയി ഹോജോ ബോർഡ് സാധനങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യും. സ്വിമ്മിംഗ് പൂളിൽ കയറിയിരുന്ന ഹോജോ ബോർഡ് വെച്ചിട്ട് 4 പേരും ചുറ്റിനിരിക്കുക. അവിടെ തേർഡ്സ് പറയും എന്ത് വന്നെന്ന് പറഞ്ഞാലും ആരും വിരലെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്ലാസ് പോലുള്ള സാധനത്തിൽ ഇവര് 3 പേരും വിരൽ വെക്കുന്നു. അവിടെ മോൺ മാത്രം വെക്കത്തില്ല. നീ വെക്കടാന്ന് പറഞ്ഞ് പിടിച്ചാണെങ്കിൽ മോണിന്റെ വിരൽ അങ്ങോട്ട് വെപ്പിക്കും. തേർഡ്സ് ആണെ പ്രാർത്ഥിച്ചിട്ട് ആ ഗോസ്റ്റിനെ
വിളിക്കും. ഗോസ്റ്റും വന്ന് റെസ്പോണ്ട് ചെയ്യും. ഉടനെ ചോദിക്കും നീ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാൻ പറയും ഞാൻ ആണാണെന്ന് പറയും. നീ തനിയെ മരിച്ചാണോ നിന്നെ ആരെങ്കിലും കൊന്നയാണോ എന്ന് ചോദിക്കാൻ പറയും എന്നെ ആരോ ഒരാൾ കൊന്നയാണെന്ന് പറയും. ഇങ്ങനെ കൊന്നയാന്ന് കേൾക്കുമ്പോ തന്നെ ഇവന്മാർക്കെല്ലാം ഭയങ്കരമായിട്ട് പേടി വരും. എന്നിട്ട് ഇവന്മാര് ചോദിക്കും ഞങ്ങൾ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്ന് ചോദിക്കുമ്പോഴേക്കും പ്രേതം പറയും വേണം, ഹെൽപ്പ് വേണോന്ന് പറയും. കൂട്ടത്തിൽ ഒരു ചെറുക്കൻ ചോദിക്കും പിന്നെ വേറെന്തെങ്കിലും പറയുമെന്ന് പറയുമ്പോഴേക്കും ഈ ഗോസ്റ്റ് എന്താ പറയുന്നത്, ഡെത്ത് എന്ന് പറയും. ഡെത്ത് എന്ന് കേട്ടത് 4 പേര് പേടിച്ച് പേരണ്ട് അവിടെ നിന്ന് എഴുന്നേച്ചോടും. തേഡ്സ് നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. രാത്രി ഇവനാണെങ്കിൽ മോശമായ കുറെ സ്വപ്നങ്ങളൊക്കെ വരും. ഇവനെ ഏതോ ഒരു മോൺസ്റ്റർ വന്ന് കൊല്ലാനായിട്ട് ഓടിക്കുന്ന പോലെയും അതിന്റെ ഇടയ്ക്ക് ഒരു പാമ്പ് വന്ന് ഇവനെ രക്ഷിക്കുന്ന പോലെയൊക്കെ സ്വപ്നം കണ്ട് ചെറുക്കം പേടിച്ച് ചാടി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകും. അവിടെ കുറെ സാമിയാരൊക്കെ ഉള്ള സ്ഥലമില്ലേ, അവിടെ ചെന്നിട്ട് അവർക്കാണെങ്കിൽ ഫ്ലവറും ഫുഡും ഒക്കെ കൊടുക്കും. ഇവൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവരാണ് ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് അതിലൊരു സ്വാമി പറയും നീ ഇനി പേടിക്കണ്ട, ഇനി നിനക്ക് മോശമായ ഒരു സ്വപ്നങ്ങളും വരത്തില്ല, അവൻ വന്നിട്ടുണ്ട്, ഇനി എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളൂ എന്ന് പറയും. ഇത് കേട്ടതും തേഡ്സ് ഭയങ്കര ഷോക്കായിട്ട് ചോദിക്കും അവനോ യവൻ ആരെക്കുറിച്ചാ പറയുന്നത്, അത് തന്നെയല്ല എനിക്ക് രാത്രി മോശമായ സ്വപ്നങ്ങളൊക്കെ വന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കും. അതൊക്കെ ഞങ്ങൾക്കറിയാം, അവൻ വന്നിട്ടുണ്ട്, അവനെ നീ കണ്ടുമുട്ടിക്കോളും, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സാമിയാരങ്ങ് പോവും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജിലാണ്. നമ്മുടെ മോണും തേഡ്സും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ തേഡ്സ് ആണ് ഇന്നലെ വന്ന കണക്കത്തെ സ്വപ്നങ്ങളും ഇങ്ങനെ സാമിയാരെ കണ്ടപ്പോ സാമിയാര് പറഞ്ഞ കാര്യങ്ങളും ഒരാൾ വരുവാനുണ്ട് അയാളെ ഞാൻ മീറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയും. ഇത് കേട്ടത് കൊണ്ടാണ് മോൻ പറയും സാമിയാര് പറഞ്ഞു എന്ന് നീ മൈൻഡ് ചെയ്യണ്ട, നിനക്കിങ്ങനെ മോശമായ സ്വപ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് മേടിച്ച് റൂമിൽ തൂക്ക് എന്ന് പറയും. ഡ്രീം ക്യാച്ചറോ, അതൊക്കെ ഫോറിൻ സാധനങ്ങളല്ലേടാ, അതൊക്കെ എങ്ങനെ തായ്ലാന്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ ചുമ്മാ തേഡ്സ് വെറുതെ അവനെ കളിയാക്കിയിട്ട് രണ്ടുപേരും കൂടെ ലൈബ്രറിയിലോട്ട് പോകും. അവിടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ തേഡ്സിന്റെ കയ്യിൽ ഒരു ചെയിൻ പോലത്തെ സാധനമുണ്ട്. ഇത് കണ്ടത് മോണിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. ഇത് കണ്ടതുകൊണ്ട് നോക്കിയുടെ ഇത് എന്തുവാടാ, ഇത് എന്ത് കല്ല് വെച്ചിട്ടുള്ള ചെയിനാടാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിടാന്ന് പറയും. ഇവനോണ്ട് തന്നെ വെറുതെ ഇവനെ ഇട്ട് ഓടിക്കാൻ വേണ്ടി വെറുതെ പറയും എടാ ഇതെന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കല്ലുള്ള അതാണ്, ഇതിന് പ്രത്യേകതരം കഴിവൊക്കെ ഉണ്ട്, ഇത് ദേഹത്ത് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂടും, മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ആവും, എന്റെ മുഖമൊക്കെ കണ്ടില്ല, എന്റെ കവിളൊക്കെ കണ്ട നല്ല ചുമന്നിരിക്കുന്ന, എന്റെ സ്കിന്നൊക്കെ കണ്ടില്ലേ, വെയിലൊന്നും അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മേടിച്ചിട്ടിരിക്കുന്ന ഭയങ്കര വിലയുള്ള സാധനം എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് അടിച്ച് കയറ്റും. ഇതെല്ലാം കൂടെ കേട്ടിട്ട് മോണാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതെല്ലാം വിശ്വസിച്ചു ശരിയാടാ നിന്റെ സ്കിന്നെല്ലാം നല്ല സൂപ്പറാടാ, എനിക്ക് വേണോടാ എന്ന് പറയും. ഉടനെ പറയും ഞാൻ നിനക്ക് തരാടാ, നീ എന്റെ ഫ്രണ്ട് അല്ലേ, ഇതിന് ഭയങ്കര വിലയാണ്, എന്നാലും നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ കുറച്ച് തരാന്ന് പറഞ്ഞിട്ട് കുറച്ച് തരാന്ന് പറയത്തേ ഉള്ളൂ, പറയുന്ന എമൗണ്ട് ഭയങ്കര കൂടുതലാണ്. ഇത് കേട്ടത് മോണോന്നെ പറയും ഇത്രയും വലിയ എമൗണ്ടോ എന്ന് പറഞ്ഞ് ഇവൻ ഷോക്കാവുന്ന കണ്ടോണ്ട് തേഡ്സ് പറയാം എന്നാ വേണ്ട അത് പോട്ടെ, വേറൊരു സൈസ് സാധനം ഉണ്ടടാ, ഇതൊരു വാക്സിനാണ്, നമ്മളത് നമ്മുടെ ചുണ്ടി പുരട്ടിയിട്ട് നമ്മൾ ആരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരത് അക്ഷരം പ്രതി സമ്മതിക്കും, നമ്മൾ പറയുന്ന പോലെ തന്നെ അവർ കേൾക്കും, നിനക്ക് ആ സാധനം വേണോ, കിടിലം സാധനമാന്ന് പറയും. മോണാണെങ്കിൽ ഇത്ര നാളെ ഞാൻ വിചാരിച്ചു ഇവനൊരു കിടിയില്ലെന്നാ, പക്ഷെ ഇവൻ മന്ദബുദ്ധിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് കേട്ടത് ഇവൻ തുളിച്ചായിട്ട് പറയട്ടോ എനിക്ക് വേണം എന്ന് പറയും. ഉടനെ തേഡ്സ് പറയും എടാ തീർന്നു പോകും കേട്ടോ, പെട്ടെന്ന് നീ എമൗണ്ട് ഒക്കെ അയക്കണം, എന്റെ എമൗണ്ട് ഇത്രയെന്നൊക്കെ പറഞ്ഞു വലിയൊരു എമൗണ്ട് ഒക്കെ പറയും. ഇവനൊടനെ പറയും എടാ പെട്ടെന്ന് അയക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും കാശ് ഞാൻ എവിടെ പോയി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. ഞാൻ ടീമിനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പൈസ അയക്കാടാന്ന് പറയും. ഇപ്പം പറയാം നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ നിനക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരാം, നീ എത്രയും പെട്ടെന്ന് പൈസ അയക്കുന്നൊക്കെ പറയും. ഇവന് എന്തു മണ്ടനാന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇവൻ മനസ്സ് വിചാരിക്കുന്നത് വെച്ചാൽ ആ സാധനം ഇട്ട് ചുണ്ടിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ടീമിനോട് പറയുവാണ് ഇവൻ പറയുന്ന എല്ലാം അവൻ കേൾക്കുമല്ലോ എന്നൊക്കെ പ്രതീക്ഷയായിരിക്കും ചെറുക്കൻ ആ സാധനം വാങ്ങാൻ പോകുന്നത്. ഇങ്ങനെ രണ്ടുപേരും കൂടെ കളിച്ചും തിരിച്ചും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ മോണിന് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിട്ട് പറയട്ടെ എനിക്ക് എന്തോ ഒരു പോലെ തോന്നുന്നു, ആരോ നമ്മളെ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയും. ഇവര് ചുറ്റിനെല്ലാം നോക്കുമ്പോൾ ആരെയും കാണത്തില്ല. ശരി അപ്പൊ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ രണ്ടുപേരും അവിടുന്ന് പോകും. പക്ഷെ ഇവരറിയാത്തൊരു സമയം ഇവരെ നേരെ തൊട്ട് താഴെ വേറൊരു ചെറുക്കൻ ഇരുന്നിട്ട് ഇവരെ നോക്കുന്നുണ്ട്. ആ ചെറുക്കന്റെ മുഖം ഒന്നും കാണിച്ചിട്ടില്ല, ചുണ്ടിന്റെ ഭാഗമൊക്കെ കാണിച്ചിട്ടുള്ളൂ. അതും മൊത്തത്തിലുള്ള ബോഡിയൊക്കെ വെച്ചിട്ട് ചെറുക്കൻ കൊള്ളാം, സുമാർ ചെറുക്കനാ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന അന്ന് വൈകിട്ട് നമ്മുടെ തേഡ്സ് ആണ് വീട്ടിൽ പോകാനായിട്ട് റോഡിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു ബൈക്ക് വരുമ്പോഴേക്കും ഇവൻ കൈ കാണിച്ച് നിർത്തും. അവിടൊക്കെ ഈ ബൈക്കിന്റെ ടാക്സി പോലെ ഉണ്ടല്ലോ, ഞാൻ പറയുമ്പോഴേക്കും അയാൾ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് പറയും ഇല്ലില്ല രണ്ടുപേരെയൊന്നും ഞാൻ കേട്ടത്തില്ല, ത്രിവിളടിച്ചൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് പോകും. ഇവനൊന്ന് ഷോക്കായിട്ട് ചുറ്റും നോക്കും, രണ്ടുപേരോ, ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നോക്കുമ്പോ എന്താ വൈറ്റ് കളർ ഡ്രസ് ഇട്ട് നമ്മൾ കുറച്ചു മുമ്പ് ലൈബ്രറി കണ്ട ചെറുക്ക ഇവന്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്. എന്റെ പൊന്നെ ഇത് മറ്റേ ബാധയോ പ്രേതയോ ഏതാണ്ടാന്ന് എനിക്ക് തോന്നുന്നത്, ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇവന് കിട്ടിയതാന്ന് തോന്നുന്നു. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി കാർ ടാക്സി കയറി പോകുമ്പോഴേക്കും വീടിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അയാൾ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയും ഞാൻ ഒരാളോടല്ലേ കയറാൻ പറഞ്ഞോളൂ, രണ്ടുപേരോട് കയറാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഇത് കേട്ടും തേഡ്സ് ഷോക്കായി സൈഡിലോട്ടൊക്കെ നോക്കിയിട്ട് പറയും രണ്ടുപേരും, ഞാൻ ഒരാളല്ലേ ഉള്ളെന്ന് പറയും. ഉടനെ ഇയാൾ പറയും അങ്ങനെ നിന്റെ അടുത്ത് നിന്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടല്ലോ വെള്ള കളർ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് എന്ന് പറയും. ഇവൻ ഇത് കേൾക്കുന്നത് പേടിയാ, കാരണം ഇവന് കാണാൻ പറ്റത്തില്ലല്ലോ. ഇവൻ പേടിച്ച് പൈസ കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി വീട്ടിലോട്ട് ഓടിപ്പോവും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ തേഡ്സിന്റെ ദേഹത്ത് വീണ്ടും ഗോഡ് ഫാദർ കയറി ആൾക്കാരെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് പിള്ളേരെ പ്ലാൻ ചെയ്ത് തന്നെ ഇവനെ കളിയാക്കാൻ വരും. വന്നതിൽ ഒരു ചെറുക്കൻ ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിച്ചിട്ട് ചോദിക്കും എന്റെ ലവ് ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കും.
ഇവനിങ്ങനെ ചോദിച്ചത് എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാൻ വേണ്ടി നമ്മുടെ തേർഡ്സ് ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് അവൻ പറയും, ഇല്ലില്ല എനിക്ക് അങ്ങനൊന്നും സെറ്റ് ആകത്തൊന്നും ഇല്ല ലൈൻ, നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല, ഇതിൽ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടോ എന്ന് പറഞ്ഞോണ്ടേ ഇവനാണെങ്കിൽ ബാധ കയറിയ പോലെ തന്നെ ദേഷ്യത്തിൽ ചോദിക്കും, ഞാൻ പറയുന്നൊന്നും നീ വിശ്വസിക്കത്തില്ലല്ലേ, നമ്മുടെ അന്യനെ പോലെ ഭയങ്കര ദേഷ്യത്തിൽ ചോദിച്ചത് ആ മുറിയുടെ ലൈറ്റ് ഓഫായി ഓണായും വരും. ഇത് കണ്ടത് ആ പിള്ളേരെല്ലാം പേടിക്കും. ഉടനെ മോൻ പറയും, കണ്ടോ തേർഡ്സിന്റെ പവർ കണ്ടോ, ഗ്രാൻഡ് ഫാദർ ഉണ്ടെന്ന് പറഞ്ഞ സത്യം, നീ അവനോട് ക്ഷമ പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിക്കൊള്ളാൻ പറയും. ഈ പിള്ളേരെല്ലാം കൂടെ വരുന്നുണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് അവരെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകും. എല്ലാരും പോയത് കൊണ്ട് തന്നെ മോൻ ഭയങ്കര അത്ഭുതമായിട്ട് വയ്ക്കും, എങ്ങനെയാടാ ഈ ലൈറ്റ് ഒക്കെ നീ സെറ്റപ്പ് ചെയ്തത്, കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തേർഡ്സ് പറയും, എടാ ഞാനൊന്നും ചെയ്തില്ല, അതൊക്കെ തന്നെത്താനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാന്ന് പറയും. ഇത് കേട്ടതും മോണിന് പേടി വന്നിട്ട്, ആണോ എന്നാ ശരിയടാ ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ എഴുന്നേച്ച് അങ്ങ് പോകും. ഇവൻ പോയി കുറച്ച് കഴിഞ്ഞത് വീണ്ടും ആ ലൈറ്റ് ഓഫായി ഓണായി കത്തിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടത് നമ്മുടെ തേഴ്സ് പേടിച്ച് ഉരുണ്ടിരിക്കുവാണ്. നേരെ റൂമിൽ ചെന്നും രാത്രിയായി കിടക്കുമ്പോ ബെഡ്ഷീറ്റ് തലവഴി മൂടിയിട്ട് മന്ത്രം ചൊല്ലിയാ കിടക്കുന്നത്. ഭയങ്കര കാറ്റും മഴയും ഭയങ്കര ഇടിയൊക്കെ. ഇവനാണ് ബെഡ്ഷീറ്റിനകത്ത് നിന്ന് ഭയങ്കര മന്ത്രം ചൊല്ലണം. അത് തലയൊന്ന് പുറത്തിട്ട് നോക്കുമ്പോ ഇവരുടെ തൊട്ടടുത്തൊരു സുന്ദര കുട്ടപ്പൻ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ലപോലെ ചിരിച്ചോണ്ട് പ്രേതം വന്ന് നിൽക്കുന്നു. ഗോസ്റ്റിനെ കണ്ടതും തേർഡ്സ് പേടിച്ച് ചാടി കട്ടിലെന്ന് കൊണ്ട് താഴെ വീണിട്ട് ചോദിക്കും, നീ പ്രേതം അവിടെ നിൽക്കും. അത് പ്രേതം പറഞ്ഞാൽ ചിരിച്ചിട്ട് പറയാം, അതെ ഞാൻ ഗോസ്റ്റാന്ന് പറയും. ഇത്രയും ക്യൂട്ടായിട്ടൊരു പ്രേതോ, നീ എന്തിനാ ഇവിടെ വന്നെന്ന് തേർഡ്സ് ചോദിച്ചോണ്ടാ പറയും, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം, ഞാൻ അതിനു വേണ്ടി വന്നയാന്ന് പറയും. പേടിച്ച് വരേണ്ട തേർഡ്സ് പറയും, ഞാൻ അങ്ങനെ പ്രേതത്തിനൊന്നും സഹായിക്കത്തൊന്നും ഇല്ലാന്ന് പറയും. നീ എന്തിനാ പേടിക്കുന്നത്, എന്നെ കണ്ടില്ല, ഞാൻ മനുഷ്യന്മാരെ പോലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ടല്ലേ വന്നിരിക്കുന്നത്, പിന്നെ നീ എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നതെന്ന് ചോദിക്കും. ശരി നിനക്കിപ്പോ എന്തുവാ വേണ്ടതെന്ന് ചോദിക്കുമ്പോ പറയാം, എനിക്ക് നിന്റെ ഹെൽപ്പാ വേണ്ടതെന്ന് പ്രേതം പറയും. നിനക്ക് എന്ത് ഹെൽപ്പ് എന്റെ അടുത്തൊന്ന് വേണ്ടതെന്ന് തേർഡ്സ് ചോദിച്ചോണ്ട് തന്നെ പ്രേതം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം, അയ്യോ അത് ഞാൻ മറന്നുപോയെന്ന് പറയും. ഇത് കേട്ടതും തേർഡ്സിന് കലിയായിട്ട് പറയാം, അയ്യോ മറന്നുപോയി, ഒരു പ്രേതം വന്നിരിക്കുന്നു, പോയി അതൊക്കെ ഓർത്തിട്ട് വാന്ന് പറയും. എനിക്ക് ഓർത്ത് എന്റെ ജീവൻ ഒരാളുടെ കയ്യിലുണ്ട്, അയാൾ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിന്റെ അടുത്ത് പോയി നിന്നെ സംരക്ഷിച്ച് നിൽക്കാനാ എന്നെ പറഞ്ഞു വിട്ടത് എന്ന് പറയും. എന്നിട്ട് പറയും, എന്തിനാ എന്നെ പറഞ്ഞു വിട്ടതെന്നൊന്നും എനിക്കറിയത്തില്ല, നീ ഇപ്പൊ അവന്റെ കൂടെ പോയിരിക്കും, എല്ലാ കാര്യങ്ങളും നീ ഇരിക്കുമ്പോ അതിന്റെ സമയമാകുമ്പോഴേക്കും നിനക്ക് ഓർമ്മ വരും, നീ അവനെ സംരക്ഷിച്ച് അവന്റെ കൂടെ തന്നെ നിന്നോന്ന് പറഞ്ഞാ എന്നെ വിട്ടതെന്ന് പറയും. ഇത് കേട്ടതും തേർഡ്സ് തന്നെ പറയും, ഉറപ്പായിട്ട് എന്റെ കൂടെ തന്നെ നിൽക്കണം, വേറെ മാർക്കൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ പ്രേതത്തിന് പാവം അങ്ങ് സങ്കടമായിട്ട് വേറെ മാർക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഷോക്കായിട്ട് മുഖം ഇങ്ങനെ താത്ത് നിൽക്കും. ഉടനെ തേർഡ്സ് ഇങ്ങനെ ആലോചിക്കും, ആ സാമിയാര് പറഞ്ഞായിരുന്നല്ലോ നിന്നെ സംരക്ഷിക്കാനുള്ളവൻ നിന്റെ അടുത്ത് വരും, അവൻ നിന്റെ മുന്നിൽ വരുമ്പോ നിനക്ക് മനസ്സിലാവും അത് അവനാന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞില്ല. അതിങ്ങനെ ആലോചിച്ചിട്ട് പറയും, ശരി നീ എന്റെ കൂടെ ഇരുന്നോന്ന് പറയും. പ്രേതത്തിന് ഇത് കേട്ടതും ഭയങ്കര ഹാപ്പി ആയിട്ട് ഓക്കെ എന്ന് പറയും. എന്നിട്ട് തേർഡ്സ് ചോദിക്കും, നീ നല്ല ചെറുക്കൻ തന്നെ അല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ പിന്നെയെന്നും പറഞ്ഞ് തേർഡ്സ് എന്തോ പറയാമെന്ന് ഇവൻ അവിടുന്ന് മാഞ്ഞിട്ട് തൊട്ടടുത്ത് വന്ന് നിൽക്കും. ഇത് കണ്ടതും തേർഡ്സ് പേടിച്ച് വരണ്ടു പോകും. പേടിച്ചിട്ടുണ്ടെന്ന് തേർഡ്സ് പറയും, പിന്നെ എന്റെ കൂടെ ഇരിക്കണമെങ്കിൽ ചില കണ്ടീഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നീ അംഗീകരിക്കണം. ഒന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ അടിക്കടി അവിടെ ഇവിടെ മറിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് എന്റെ മുന്നിൽ നിന്ന് എന്നെ പേടിപ്പിക്കില്ലെന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ പ്രേതം പറഞ്ഞാൽ രണ്ട് കൈയും കൂടെ മുന്നോട്ട് പൊക്കിയിട്ട് പറയും, ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയാം, അതായത് അവൻ സമ്മതിച്ചെന്ന്. അതേമ്പം പറയും, പിന്നെന്താന്ന് വെച്ചാൽ എന്റെ വർക്കിൽ നീ എന്നെ സഹായിക്കണമെന്ന് പറയും. വർക്ക് എന്തോ അറിയാലോ, ഈ ഗോഡ് ഫാദർ കയറുന്ന വർക്കിൽ സഹായിക്കണമെന്ന് പറയും. പ്രേതം കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറയും, ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും കൈ കാണിക്കും. ഉടനെ തേർഡ്സ് ചോദിക്കും, നിന്റെ പേരെന്തോന്ന് ചോദിക്കും, പറയും പേരോ അതെന്തുവാ, എനിക്ക് പേരൊന്നും ഇല്ലാന്ന് പറയും. ഉടനെ പറയാം, എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ നിനക്കൊരു പേര് വെക്കാം, എന്റെ പൂച്ചയുടെ പേര് വെക്കാന്ന് പറഞ്ഞിട്ട് പറയും, പാവൂന്ന് വെക്കാന്ന് പറയും. പാവുവോ? ഇത് കേട്ടതും പ്രേതത്തിന് ഭയങ്കര ഹാപ്പി, പാവുവാ, ശരി ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനും ലൈക്ക് ഇറ്റ് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് റൂമിൽ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് തേർഡ്സ് ചോദിക്കും, നീ പ്രേതമെന്നല്ലേ പറഞ്ഞു, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിനക്ക് എന്തൊക്കെ ശക്തി ഉണ്ടെന്ന് ചോദിക്കും. ഉടനെ പ്രേതം പറയും, നീ ഇപ്പൊ കണ്ടില്ല എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് മറിയാൻ ഇവിടുന്ന് അങ്ങോട്ട് മറിയാനൊക്കെ പറ്റും എന്ന് ചോദിക്കും. ഉടനെ പറയും, അങ്ങനെയാണ്, നിനക്കപ്പോ ഫ്യൂച്ചർ ഒക്കെ കാണാൻ പറ്റുമെന്ന് ചോദിക്കും. പറയും, ഈ ഫ്യൂച്ചർ ഒന്നും കാണാൻ പറ്റത്തില്ല, അതൊക്കെ കാണണമെങ്കിൽ കുറെ നാളെടുക്കണം, ഓരോരോ ലെവല് വന്ന് ഡെവലപ്മെന്റ് ആയ ഒരുപാട് വർഷങ്ങളായ പ്രേതങ്ങൾക്ക് അതൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറയും. ഞാൻ ആ ലെവലിൽ എത്തണമെങ്കിൽ ഇനിയും കുറെ നാളെടുക്കുമെന്ന് പറയും. ശരി സംസാരിച്ചിന്ന് കുറെ താമസിച്ച് ഞാൻ കിടന്നുറങ്ങാൻ പോകും, നീയും വേണേ കുറച്ചു നേരം ഉറങ്ങിക്കോന്ന് പറയും. പ്രേതം കൊണ്ട് തന്നെ എനിക്ക് ശരീരമൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാനാന്ന് പറയും. പിന്നെ നീ എന്ത് ചെയ്യും? ഞാൻ പുറത്തു പോയി എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന പറയും. ഇത് കേട്ട് നമ്മുടെ തേർഡ്സ് ഷോക്കായിട്ട് വയ്ക്കും, ഫ്രണ്ട്സാ, നീ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകുന്നതൊക്കെ ഉള്ള, അതിനെ ഒന്നും വിളിച്ചോണ്ട് റൂമിലോട്ട് കൊണ്ടുവരരുതെന്ന് പറയും. ഇല്ല അങ്ങനെ ഞാൻ കൊണ്ടുവരത്തൊന്നുമില്ല, അഥവാ അങ്ങനെ വന്നാലും നിനക്ക് അവരെയൊന്നും കാണാൻ പറ്റത്തില്ല, മരിച്ചുപോയവര് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. തേർഡ്സ് ഒന്ന് ആലോചിച്ചിട്ട് പറയും, അപ്പൊ നീ ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടല്ലേ എന്ന് നോക്കിയാൽ കാണും, അതുകൊണ്ടല്ലേ നിനക്ക് എന്നെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. തേർഡ്സ് ഒന്ന് പറയാം, ശരി എന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ തലവഴി മൂടിയിട്ടാണ് പ്രേതമായിട്ട് റൊമാൻസ് ചെയ്യുന്ന പോലെ ഭയങ്കര സന്തോഷവും ചിരിയാണ്. എന്നിട്ട് പതുക്കെ ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോഴേക്കും നമ്മുടെ പാവനെ അവിടെ കാണത്തില്ല, അവൻ അവിടെ നിന്ന് പോകും. ഇവന് നേരെ കിടന്നങ്ങ് ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ പാടെ നമ്മുടെ തേർഡ്സ് നേരെ അമ്പലത്തിൽ ചെന്നിട്ട് ആ സാമിയാരെ കാണും. ഇവനെ കണ്ടതും സാമിയാരെ പറയും, നീ അവനെ കണ്ടല്ലേ, നീ അവനെ മീറ്റ് ചെയ്തോണ്ടല്ലേ നീ ഇപ്പൊ വന്നിരിക്കുന്നത്, നീ പേടിക്കൊന്നും വേണ്ട, അവൻ എന്ത് ഹെൽപ്പാണോ വേണ്ടത് നീ അത് ചെയ്തു കൊടുത്താൽ നിനക്ക് നിറച്ചും പുണ്യം കിട്ടും, നീ അതൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ തേർഡ്സും സമ്മതിക്കും. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് കുളിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഇവൻ കുളിക്കാന്നൊന്നും പ്രേതത്തിനില്ലല്ലോ, നമ്മുടെ പാവു നേരെ അങ്ങോട്ട് വരും. ഇവൻ ഡ്രസ്സൊക്കെ ഇല്ലാതെ നിൽക്കുമല്ലേ, ഇവൻ ചമ്മിട്ട് പറയും, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചത് പാവു എന്നെ വിരൽ പൊക്കിയിട്ട് കാണിക്കും, ഐ ലൈക്ക് ഇറ്റ് എന്ന്.
എടാ പാവോ, നീയാള് കൊള്ളാലോ, നിന്റെ അടുത്തൊന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അവൻ ഡ്രസ് ഇല്ലാതെ നിൽക്കുന്ന കണ്ടപ്പോ നീ ഐ ലൈക്ക് ഇട്ട് എന്ന് പറഞ്ഞ അർത്ഥം എത്തുവേടാ. പ്രേതമാണെങ്കിലും കൊള്ളാം കേട്ടോ. ഈ പ്രേതം ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമൊന്നും ഇല്ല. പാവുനെ കണ്ടതും തേഴ്സ് പെട്ടെന്ന് ഷോക്കായിട്ട് തോർത്തൊക്കെ എടുത്ത് കൊടുത്തിട്ട് വെക്കും. ഓ, ഇന്നലെയൊക്കെ മുഖമൊക്കെ ഭയങ്കര ഡല്ലായിട്ടിരിക്കുവാന്നല്ലോ, ഇന്ന് നല്ല സുന്ദരകുട്ടപ്പനായിട്ടുണ്ടല്ലോ എന്ന് പറയും. ഞാൻ കുറച്ചും കൂടെ ഡെവലപ്പ് ആയി, നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയില്ലേ, അതിനനുസരിച്ച് ഞാൻ കുറച്ച് ഡെവലപ്പ് ആയി എന്ന് പറയും. ഓ അങ്ങനെയാണോ, എന്നാൽ നമുക്കിതങ്ങ് കണ്ടിന്യൂ ചെയ്യാം, നമുക്ക് പുറത്തൊക്കെ പോയി ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരാന്ന് പറയും. ഇത് കേട്ടതും പാവുന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയാം ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. രണ്ടുപേരും കൂടെ ഡ്രസ്സ് കടയിലൊക്കെ ചെന്ന് പറഞ്ഞാണ് തേഴ്സ് പറയും, നീ എപ്പോഴും ഈ ഡ്രസ്സ് തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് വേറൊരു ഡ്രസ്സ് തരാമെന്നും പറഞ്ഞിട്ട് ഇവനൊരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ അമ്പലത്തിലോട്ട് പോകും. തേഴ്സാണ് അമ്പലത്തിൽ ചെന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അവിടുത്തെ എന്തോ പൂജയൊക്കെ പോലെ ഇങ്ങനെ ആചാരം പോലെ അവിടെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ പാവുവാണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരകുട്ടപ്പനായിട്ട് വന്നു. ഇത് കണ്ടത് ഇവന് ഭയങ്കര സന്തോഷമായിട്ട് പറയാം, ഓ നീ സൂപ്പറാണ്, സുന്ദരനാണ്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ബാ നമുക്ക് അകത്ത് കയറി പൂജ ചെയ്യാന്ന് പറയുമ്പോഴേക്കും ബാവു പറയും, ഇല്ല ഞാൻ വരുന്നില്ല, എന്നെ അകത്ത് കയറ്റത്തില്ല, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ പോകുന്ന പുണ്യ സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾക്ക് കയറാനൊന്നും പറ്റത്തില്ല എന്ന് പറയും. അല്ല നീ എൻ്റെ ഹോസ്റ്റലിലും കടയിലൊക്കെ വരുന്നുണ്ടല്ലോ, പിന്നെന്താന്ന് ചോദിക്കുമ്പോൾ പറയാം, അങ്ങനെയല്ല, അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളായ അമ്പലം, പള്ളി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും എനിക്ക് കയറാൻ പറ്റത്തില്ല എന്ന് പറയും. എന്നാ ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു ഇവൻ അമ്പലത്തിലേക്ക് കയറി തൊഴിട്ട് രണ്ടുപേരും കൂടെ തിരിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് റോഡിൽ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു വരുമോ. പോകുന്ന വഴിയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ തേഴ്സിന് ഒരുമാതിരി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് കണ്ടതുകൊണ്ട് തന്നെ തേഴ്സ് പാവനോട് ചോദിക്കും, എന്ത് പറ്റിയ ആൾക്കാരെല്ലാം എന്നെ ഒരുമാതിരി വ്യത്യാസമായിട്ട് നോക്കുന്നതെന്ന് പറയും. അവർക്കൊന്നും എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ നീ തന്നെ വർത്താനം പറഞ്ഞ് ഒറ്റയ്ക്ക് പോകുന്ന പോലാണ് അവർക്കൊക്കെ തോന്നുന്നത്, അതാ ഇങ്ങനെ നോക്കുന്നതെന്ന് പറയും. ഓ ശരി ശരി, അങ്ങനെയാണ് ഇനി നീ എന്നോട് മിണ്ടരുത്, മിണ്ടാതെ വാ, എന്നോട് എന്തിനാ മിണ്ടുന്നതെന്ന് നമ്മുടെ തേഴ്സും പറയും. പാവം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ ഷോക്കായിട്ട് പറയും, നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തൊരു ചെറുക്കനെ ആത്മഹത്യ ചെയ്യാൻ പോവാ, പെട്ടെന്ന് പോയി നമുക്ക് അവനെ രക്ഷിക്കാന്ന് പറയും. പാവം ഇങ്ങനെ പറയുന്ന കേട്ടാൽ തേഴ്സ് ഓടി പോകുമ്പോഴേക്കും ഒരു ചെറുക്കൻ വെള്ളത്തിലോട്ട് ചാടാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വരുമോ. പെട്ടെന്ന് തന്നെ തേഴ്സ് അവനെ പിടിച്ച് രക്ഷിച്ച് അവന്റെ വീട്ടുകാരെ കൂടെ ഒക്കെ അവനെ ആക്കി കഴിയുമ്പോഴാണ് തേഴ്സിന് കത്തുന്നത്. ഉടനെ തന്നെ ചോദിക്കും, നിനക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുന്നതെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ നീ ഡെവലപ്പായി, നിനക്ക് ഫ്യൂച്ചർ ഇപ്പൊ കാണാമല്ലോ എന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ ഗോസ്റ്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബാവുണ്ണ ചിരിച്ചോണ്ട് പറയും, എനിക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴേക്കും രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നേരെ കോളേജ് ലൈബ്രറി വന്ന് നിൽക്കുക. ഇവരിയ്ക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുക. ഉടനെ ഇത് പരീക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തേഴ്സ് വെക്കും, ആ പെണ്ണിനെ കണ്ട, ആ പെണ്ണ് ഇപ്പൊ എന്തോ വിചാരിക്കുന്നു, ആ പെണ്ണ് എന്തോ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതും പാവു പറയും, ആ പെണ്ണിന്റെ പേന ഇപ്പൊ താഴെ പോകുന്നു പറഞ്ഞു തീർന്നതും ആ പെണ്ണ് ബുക്ക് അനക്കുന്ന വഴി പേന താഴെ പോകും. ഇത് കണ്ടതും തേഴ്സിന് ഭയങ്കര അത്ഭുതം. ഉടനെ തൊട്ടടുത്തൊരു ചെറുക്കൻ ഇന്നിങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ചെറുക്കനെ കണ്ടത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തേഴ്സ് ചോദിക്കും, അവൻ ആരോടാ സംസാരിക്കും, ഇന്നലെ രാത്രി അവൻ എന്താ ചെയ്ത്, അവനിനി എന്താ സംഭവിക്കാൻ പോകുന്നത്, എല്ലാം പറയാൻ പറയും. പാവു ചിരിച്ചിട്ട് പറയും, അവൻ ഇന്നലെ രാത്രി ബാറിലായിരുന്നു, അവിടെ വെച്ചൊരു പെണ്ണിനെ കണ്ട് സെറ്റാക്കി, ഇപ്പൊ ആ പെണ്ണിനോടാണ് അവൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ലവർ വന്ന് ഇപ്പൊ കൈയോടെ പിടിച്ചിട്ട് നല്ലൊരു വഴക്കൂടെ നടക്കുമെന്ന് പറയും. ഇവൻ പറഞ്ഞ പോലെ തന്നെ ആ ചെറുക്കന്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് അവനുമായിട്ട് വഴക്കുണ്ടാക്കി നല്ല അടിയെ കൊടുത്തിട്ട് അവനെ വിളിച്ചോണ്ട് പോകും. ഇത് കണ്ടത് തേഴ്സിന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയും, നീ പറയുന്നതെല്ലാം നടക്കുന്നുണ്ടല്ലോ, ഇനി ആരെ കുറിച്ച് ചോദിക്കുമെന്നും പറഞ്ഞിങ്ങനെ പുറകോട്ട് നോക്കിയിട്ട് തിരിയുമ്പോഴേക്ക് രണ്ടുപേരുടെ ഫേസ് ക്ലോസ് ആയി വരുമ്പോ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ നടക്കും, ഗോസ്റ്റ് റൊമാൻസ്. എന്റെ പൊന്നട ബിഎല്ലിന് ഏത് ലെവൽ വരെ അവർ ചിന്തിച്ചെന്ന് ആലോചിച്ച് അങ്ങനെ റൊമാൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവൻ ലൈബ്രറിയിൽ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ തേഴ്സിന്റെ ദേഹത്ത് പുറകിരിക്കുന്ന ബെഞ്ചിലുള്ള ഒരു പേപ്പർ ചുട്ടി എറിയും, മിണ്ടാതിരിക്കും എന്നുള്ള ഒരു അർത്ഥത്തിൽ. ഇവനെപ്പോഴേക്കും നോക്കുമ്പോൾ നമ്മുടെ പായ ഇരുന്ന് ചിരിക്കും. ഇത് കണ്ടിട്ട് ഉടനെ ദേഷ്യത്തിൽ തേഴ്സ് ചോദിക്കും, ഇതാണ് എന്റെ ഭാവി നടക്കാൻ പോകുന്നത്, എനിക്ക് അറിയത്തില്ല, നീ എന്താ പിന്നെ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ എന്നോട് ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയും. ഓഹോ, ഞാൻ ചോദിച്ചാലേ നീ എന്നോട് പറയത്തുള്ളൂ, ഞാനിനി നിന്നോട് മിണ്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പിണങ്ങിയിരിക്കുമ്പോഴേക്കും ബാവു പറയും, പ്ലീസ് എന്നോട് മിണ്ട്, അതൊക്കെ മറക്ക്, ക്ഷമിക്കത്തില്ല എന്ന് ചോദിക്കുമ്പോൾ കുറെ നേരമൊക്കെ ഇവൻ ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് നമ്മുടെ ബാവുവിന് സങ്കടം ഒന്ന് കാണുമ്പോഴേക്കും തിരിഞ്ഞിട്ട് പറയും, ഇല്ലില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാനതൊക്കെ മറന്ന്, ഇനി ഫ്യൂച്ചറിൽ എന്ത് വന്നാലും നീ എന്നോട് അപ്പൊ തന്നെ പറയണം കേട്ടോ, അല്ലാതെ എന്നോട് മാത്തു വെക്കരുതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വെച്ച് നമ്മുടെ 7ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇതൊരു വെറൈറ്റി ആണല്ലേ, ഒരു വെറൈറ്റി പ്രേതമാണ്. പ്രേതം ഇനി ഏത് ലെവൽ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. ബൈ ബൈ.